നമസ്കാരം. ഞാനിപ്പം വരാൻ ഒരു കാരണമെന്ന് പറയാൻ മുല്ലപ്പെരിയാർ സംബന്ധിച്ചൊരു കാര്യം പറയാനായിട്ടാണ്. ഇപ്പം മുല്ലപ്പെരിയാറിന് ഏകദേശം ഒരു നൂറ്റാണ്ടിലധികം പഴക്കമുണ്ട്. മനുഷ്യ നിർമ്മിതിക്ക് സാധാരണ പറയുന്ന ആയുസ്സെന്ന് പറയാൻ ഒരു മനുഷ്യൻ്റെ ആയുസ്സേ പാടുള്ളൂ. ഇപ്പം മനുഷ്യൻ്റെ ആയുസ്സും കഴിഞ്ഞ് നിൽക്കുകയാണ് മുല്ലപ്പെരിയാർ. അപ്പോൾ അതിനെക്കുറിച്ച് പറയേണ്ട കാര്യമുണ്ട് എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാനൊരു വീഡിയോ ചെയ്യുന്നത്. ഇപ്പം തന്നെ ഒരു മാസമായിട്ട് മഴയില്ലാഞ്ഞിട്ട് നിസ്സാരം 3-4 ദിവസം കൊണ്ട് കേരളത്തിൽ മഴ പെയ്തു. ആ മഴ കൊണ്ട് തന്നെ ഇപ്പോൾ പല സ്ഥലങ്ങളിലും പ്രളയം, ഒരുപാട് മനുഷ്യജീവനുകൾ പോയിട്ടുണ്ട്, ഒരുപാട് പേരുടെ വീടുകൾ നഷ്ടമായിട്ടുണ്ട്. ഇതിനൊക്കെ കാരണമെന്ന് പറയാൻ ഈ 4-5 ദിവസം പെയ്ത ഒരു മഴയാണ്. അത് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ അതിനേക്കാളും എത്രയോ ഇരട്ടി ഭയാനകമായിരിക്കും മുല്ലപ്പെരിയാർ എന്ന് പറയുന്ന ആ ജലബോംബ്. നമുക്ക് പറയാൻ പറ്റില്ല, അത്രത്തോളം പ്രശ്നകാരിയാണ് മുല്ലപ്പെരിയാർ എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് അറിയില്ല എന്നതാണ് പ്രശ്നം. മുല്ലപ്പെരിയാർ പൊട്ടിയാൽ അതിന് താഴെയുള്ള കുറേ ജനങ്ങൾ മാത്രമേ ഇല്ലാതാവുന്നു അത്രയേ ഉള്ളൂ സാധാരണപ്പെട്ടവരുടെ മനസ്സിലുള്ള ഒരു വിചാരം. അത് തെറ്റായ ധാരണയാണ്. മുല്ലപ്പെരിയാർ പൊട്ടിക്കഴിഞ്ഞാൽ കേരളം തന്നെ ഇല്ലാതെയാകും. കാരണം മുല്ലപ്പെരിയാർ പൊട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ താഴെയുള്ള 10-14 ഡാമുകൾ പൊട്ടും. അതിൽ നിന്ന് വരുന്ന കല്ലും മണ്ണും ചെളിയും മരങ്ങളും ഇതെല്ലാം താങ്ങാനായിട്ടുള്ള ശേഷി എന്തായാലും ഇടുക്കി ഡാമിന് കാണില്ല. സമയത്ത് സ്വാഭാവികമായിട്ടും താങ്ങാൻ ശേഷിയില്ലെങ്കിൽ ഇടുക്കി ഡാമും തകരും. അങ്ങനെ വരാതിരിക്കട്ടെ, അങ്ങനെ വന്നാൽ കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ദുരന്തം, കേരളം കണ്ടതല്ല ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഡാം ദുരന്തം അത് നമ്മുടെ ഇന്ത്യയിൽ, നമ്മുടെ കൊച്ചു കേരളത്തിൽ സംഭവിക്കും. അങ്ങനെ സംഭവിച്ചാൽ ഈ കേരളത്തിലുള്ള ഏകദേശം 1/4 ജനങ്ങളെയും ബാധിക്കും. പരോക്ഷമായും പ്രദോഷമായും നല്ല രീതിയിൽ ബാധിക്കും. കാരണം ഇത് പൊട്ടി വരുന്ന കല്ലും മണ്ണും ചെളിയും ഇതിന് താഴേക്ക് ഒഴുകി വരുമ്പോൾ ഉള്ള ബാക്കിയുള്ള ചെളിയും അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള മരങ്ങളും എല്ലാം കടപുഴകിക്കൊണ്ട് വരുമ്പോൾ എന്തായാലും ഒഴുകിപ്പോകുന്ന വഴിയിലുള്ള ഫാക്ടറികൾ, ചിലപ്പോൾ അതാണെങ്കിൽ കെമിക്കൽ ഫാക്ടറികൾ കാണാം. അങ്ങനെയുള്ള കെമിക്കൽ ഫാക്ടറിയിൽ നിന്ന് ഈ ഫാക്ടറിക്ക് എന്തെങ്കിലും ലീക്ക് ഉണ്ടാകുകയാണെങ്കിൽ ചിലപ്പം വിഷവാതകങ്ങളായിരിക്കും പുറത്തു വരുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ പറയുന്ന ഞാനായാലും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളായാലും നിങ്ങളെ എല്ലാം ബാധിക്കാൻ സാധ്യത കൂടുതലാണ്. ഈ വാതകം എന്ന് പറയുന്നത് നമുക്ക് ഒരിടത്തും പിടിച്ചു നിർത്താൻ പറ്റാത്തൊരു സാധനമാണ്. അത് അന്തരീക്ഷം മൊത്തം വ്യാപിക്കും. അത് വ്യാപിപ്പിക്കുമ്പോൾ എന്തായാലും അവിടെയും ഇവിടെയും മാത്രമായിരിക്കത്തില്ല, അത് ശ്വസിക്കുന്ന സർവ്വജീവജാലങ്ങളും മനുഷ്യനായാലും അവർക്ക് സ്വാഭാവികമായിട്ടും മരണം സംഭവിക്കാം. അത് കേരളത്തിൽ മാത്രമായിരിക്കത്തില്ല, അന്യ സംസ്ഥാനങ്ങൾ, അതായത് കേരളം വിട്ടാൽ തമിഴ്നാടായാലും ആന്ധ്രയായാലും അവരെയെല്ലാം ബാധിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് ചെയ്യാനുള്ള ഒരു മാർഗ്ഗമെന്ന് പറഞ്ഞാൽ മുല്ലപ്പെരിയാർ ഡീകമ്മീഷൻ